Hi all, welcome to the video. In this video, I'll explain about code optimization phase of the compiler. Code optimization phase is performing number of optimization tasks to generate an efficient code. So when we are considering the high-level language constructs, the high-level language constructs can introduce runtime overhead if we translate each construct independently into machine code. അതായത് ഓരോ കൺസ്ട്രക്ട്സിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതായത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ നടത്തുമ്പം അവിടെ റൺ ടൈം ഓവർഹെഡ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. So code optimization is eliminating many of these inefficiencies in a proper way. So that's why it is known as code optimization or code improvement phase of the compiler. After eliminating the inefficiencies, it can improve the execution speed and reducing the resource consumption in the target machine. And it optimizes the object code by removing unnecessary instructions or replacing sequences with the faster alternatives. അതായത് ഈ ഒപ്റ്റിമൈസേഷൻ ടാസ്ക് പെർഫോം ചെയ്യുന്നതിനെന്ന് വെച്ചാൽ അൺനെസസറി ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ റിമൂവ് ചെയ്യും, അതുപോലെ തന്നെ ഒരു ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള സീക്വൻസസിനെ മാറ്റി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സീക്വൻസസ് റീപ്ലേസ് ചെയ്യുന്നു. അതാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന ടാസ്ക് കൊണ്ട് അവിടെ പെർഫോം ചെയ്യുന്നത്. ദെൻ നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് അത് രണ്ട് തരത്തിൽ ചെയ്യാം. ആ രണ്ട് തരത്തിൽ ചെയ്യുന്ന സമയത്ത് അത് കൺസിഡർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ബേസിക് ബ്ലോക്ക് എന്നുള്ളത്. ബേസിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിലെ ഒരു സീക്വൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ബേസിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് സീക്വൻഷ്യലി വിത്തൗട്ട് ബ്രാഞ്ചിങ് ആണ്. നമുക്കറിയാം നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ കണ്ടീഷണൽ ബ്രാഞ്ചിങ് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഒക്കെ നടത്താറുണ്ട്. ഈ ബേസിക് ബ്ലോക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം സീക്വൻഷ്യൽ ആയിട്ട് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അവിടെ ഒരിക്കലും ഒരു ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യില്ല. അപ്പം ഇങ്ങനെയുള്ള ബേസിക് ബ്ലോക്സും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഒപ്റ്റിമൈസേഷൻ ടാസ്ക് പെർഫോം ചെയ്യുന്നത്. ഒപ്റ്റിമൈസേഷൻ ക്യാൻ ബി ലോക്കൽ ഓർ ഗ്ലോബൽ ആണ്. ലോക്കൽ എന്ന് പറഞ്ഞാൽ വിത്തിൻ എ ബേസിക് ബ്ലോക്ക് ആകാം, അല്ലെങ്കിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ അക്രോസ് ദ ബേസിക് ബ്ലോക്സ് ആകാം. അപ്പോൾ ഈ ബേസിക് ബ്ലോക്സ് എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഒപ്റ്റിമൈസേഷൻ എന്ന ടാസ്ക് പെർഫോം ചെയ്യുന്നത്. അതായത് ഒരു സീക്വൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസിനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ ടാസ്ക് അല്ലെങ്കിൽ കോഡ് ഇംപ്രൂവ്മെന്റ് എന്നുള്ള ടാസ്ക് പെർഫോം ചെയ്യുക. Then we can understand what are the various types of code optimization. There are mainly two different types of code optimization, and we have to understand one of the type of the code optimization task. So the three types are machine independent optimization, machine dependent optimization, and peephole optimization. മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മെഷീൻ്റെ എന്താണോ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ അത് കൺസിഡർ ചെയ്യാണ്ട് നടത്തുന്ന കോഡ് ഇംപ്രൂവ്മെൻറ്റ് ടാസ്ക് ആണ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻ. സോ ഇറ്റ് ഈസ് അപ്ലൈഡ് അറ്റ് ദ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ലെവൽ ആൻഡ് എൻഹാൻസസ് ദ എഫിഷ്യൻസി വിത്തൗട്ട് കൺസിഡറിങ് ഹാർഡ്വെയർ ആർക്കിടെക്ചർ ഓഫ് ദ ടാർഗറ്റ് മെഷീൻ. അതായത് ഈ ഒരു മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്തത് ഫൈനൽ ടാർഗറ്റ് കോഡിലല്ല, ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനിലാണ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ ഫേസ് ജനറേറ്റ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനിൽ കോഡ് ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യുമ്പോൾ അത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ ആണ് പെർഫോം ചെയ്യുക. ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് നോട്ട് കൺസിഡറിങ് അബൌട്ട് ദ ഹാർഡ്വെയർ ആർക്കിടെക്ചർ ഓഫ് ദ ടാർഗറ്റ് മെഷീൻ. നെക്സ്റ്റ് വൺ ഈസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻ. In case of that machine dependent optimization, it is applied during code generation phase of the compiler. അതായത് കോഡ് ജനറേഷൻ ഫേസ് അതിൻ്റെ ടാസ്ക് പെർഫോം ചെയ്തതിന് ശേഷമായിരിക്കും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യുക. കാരണം അത് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് കോഡ് ഒരു മെഷീൻ സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് കോഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് കോഡിനെ ഒന്നും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പെർഫോം ചെയ്യുന്നതാണ് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ. ഇറ്റ് ഈസ് ടൈലേഡ് ടു സ്പെസിഫിക് ഹാർഡ്വെയർ ഫോർ ബെറ്റർ പെർഫോമൻസ്. അതായത് ഏതാണോ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്തിരിക്കുന്നത് ആ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ ഒപ്റ്റിമൈസേഷൻ എന്ന ടാസ്ക് പെർഫോം ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ ആണ്. പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എക്സാമിൻ സ്മോൾ ഇൻസ്ട്രക്ഷൻ സീക്വൻസസ് ഫോർ ഇംപ്രൂവ്മെന്റ്. അതായത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്മോൾ ഇൻസ്ട്രക്ഷൻ സീക്വൻസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആ സ്മോൾ ഇൻസ്ട്രക്ഷൻ സീക്വൻസിനെയാണ് പീപ്പ് ഹോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് എ ലോക്കൽ ഒപ്റ്റിമൈസേഷൻ ആണ്. പീപ്പ് ഹോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക് ബ്ലോക്ക് ആണ് നമ്മുടെ പീപ്പ് ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ ആ ബേസിക് ബ്ലോക്സിനുള്ളിലായിരിക്കും ഈ ഒരു ഒപ്റ്റിമൈസേഷൻ ടാസ്ക് പെർഫോം ചെയ്യുന്നത്. അങ്ങനെ പെർഫോം ചെയ്യുന്ന ടാസ്കിനെയാണ് പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്.
and that's why it is known as a local optimization method. And it uses pattern matching to replace inefficient sequences. അതായത് പാറ്റേൺ മാച്ചിങ് എന്നൊരു കോൺസെപ്റ്റും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഇൻഎഫിഷ്യൻറ്റ് സീക്വൻസസിനെ റീപ്ലേസ് ചെയ്ത് എഫിഷ്യൻറ്റ് സീക്വൻസസ് അവിടെ ആക്കുന്നത്. These are the different types of code optimization. Then next we can understand what are the principal sources of code optimization. ഏതൊക്കെ രീതിയിലാണ് code optimization കമ്പൈലറിൽ അച്ചീവ് ചെയ്യുന്നത്. So the first one we have to understand what are the causes of redundancy. Redundancy എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം repetition എന്നാണ് അതിൻ്റെ അർത്ഥം. So redundancy in code occurs when the same computation is repeated unnecessarily. അതായത് ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ തന്നിട്ട് അതിൽ അൺനെസസറി ആയിട്ടുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് അവിടെ, അതായത് ഒരേ കോഡ് തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ വിത്തൗട്ട് നോളജ് ആയിരിക്കും നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിഡൻഡൻ്റ് ആയിട്ടുള്ള കോഡിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So eliminating redundant computation is crucial for improving code efficiency and reducing execution time. അതായത് ഈ റിഡൻഡൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻസിനെ എലിമിനേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കോഡ് ഇംപ്രൂവ്മെൻറ്റ് നടത്താൻ പറ്റത്തുള്ളൂ. ബൈ ഇംപ്രൂവിങ് ദ കോഡ് വി ക്യാൻ റെഡ്യൂസ് ദ എക്സിക്യൂഷൻ ടൈം ഓഫ് ദ കോഡാണ്. സോ അതിനൊരു എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് കാൽക്കുലേഷൻസ് വരാം. അതായത് റീകമ്പ്യൂട്ടിങ് ദ സെയിം എക്സ്പ്രഷൻ, നമ്മൾ ഒന്നിൽ കൂടുതൽ പ്ലേസിൽ ഒരേ എക്സ്പ്രഷൻ റീകമ്പ്യൂട്ട് ചെയ്യുന്നതായിട്ട് വരാം. അല്ല, അൺനെസസറി അസൈൻമെൻറ്റ്സ് നമ്മൾ ചെയ്യാറുണ്ടാവും. അതായത് അസൈനിങ് അൺയൂസ്ഡ് വാല്യൂസ്, നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാത്ത വാല്യൂസ് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ റെപ്പറ്റേറ്റീവ് കൺട്രോൾ ഫ്ലോ ഉണ്ടാവും, അൺനെസസറി ആയിട്ടുള്ള റിപ്പീറ്റഡ് ലോജിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഈ തരത്തിലൊക്കെയാണ് റിഡൻഡൻസി ഓക്കർ ചെയ്യുക. ഈ റിഡൻഡൻ്റ് ആയിട്ടുള്ള കോഡിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോസസ് ഓഫ് റിഡൻഡൻസി എന്തൊക്കെയാണ്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് കാൽക്കുലേഷൻ, അൺനെസസറി അസൈൻമെൻറ്റ്സ്, റെപ്പറ്റേറ്റീവ് കൺട്രോൾ ഫ്ലോ പറഞ്ഞിരിക്കുന്നതാണ് റിഡൻഡൻസിക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെയാണ് എലിമിനേറ്റ് ചെയ്ത് കോഡ് ഒപ്റ്റിമൈസേഷൻ വഴി കോഡ് ഇംപ്രൂവ്മെൻറ്റ് നടത്തുന്നത്. ദെൻ അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടാസ്കുകളാണ് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കോമൺ സബ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് ആ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൽ എത്ര സബ് എക്സ്പ്രഷൻസ് ആണ്, കോമൺ ആയിട്ട് എത്ര സബ് എക്സ്പ്രഷൻസ് വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അത് സെയിം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈ റിഡൻഡന്റ് കാൽക്കുലേഷൻസ് ഓഫ് ദ സെയിം എക്സ്പ്രഷൻ. സെയിം എക്സ്പ്രഷൻ്റെ എത്ര പ്രാവശ്യം റിഡൻഡൻസി അവിടെ ഒക്കർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിപ്പറ്റേഷൻ അവിടെ ഒക്കർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് റീപ്ലേസസ് റിപ്പീറ്റഡ് എക്സ്പ്രഷൻ വിത്ത് എ സിംഗിൾ അസൈൻമെൻറ്റ് ടു എ വേരിയബിൾ. അതായത് ഒരു അസൈൻമെൻറ്റ്, ആ ഒരു എക്സ്പ്രഷനെ ഒരു പ്രാവശ്യം ഇവാലുവേറ്റ് ചെയ്ത് അതൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ തന്നെ നമ്മൾ റീയൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു സീക്വൻസിൽ T6 = 4 × I, ഇതൊരു കോഡ് റിപ്പീറ്റേഷനാണ്. ഈ ഒരു കോഡ് റെപ്പറ്റേഷനാണ്. ഇനി 4 × J, അത് നമുക്കിവിടെ കാണാൻ പറ്റും 2 പ്രാവശ്യം. അപ്പം ഈ 2 കോഡ് റെപ്പറ്റേഷനാണ്. അപ്പം T6ലേക്ക് 4 × I ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാണ്ട് തന്നെയാണ് പിന്നെയും യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതേ T6നെ തന്നെ പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ T7 that also equal to 4 × I എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഐയുടെ വാല്യൂ ചേഞ്ച് ആയിട്ടില്ല, ഇതിനിടയ്ക്കുള്ള ഇൻസ്ട്രക്ഷനൊന്നും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ 4 × I ചെയ്തിട്ട് എന്താണോ T6ൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതേ വാല്യൂ തന്നെയായിരിക്കും T7ലും വരിക. അതല്ലേ T8 = 4 × J ആണ്. അപ്പോൾ ഈ 4 × J എന്നുള്ളൊരു വാല്യൂ, അതായത് ജെയുടെ വാല്യൂ ഇതിന് ശേഷമുള്ള ഒരു ഇൻസ്ട്രക്ഷൻ്റെ അകത്തും ചേഞ്ച് ആയിട്ടില്ല. അതിനുശേഷമാണ് പിന്നെ T10 = 4 × J ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഇൻസ്ട്രക്ഷൻസിനെ ഇതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ മതി. പറഞ്ഞ പോലെ 2 പ്രാവശ്യം അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്താൽ അത് നമ്മളൊന്ന് റീയൂസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് ഈ സീക്വൻസ് ഓഫ് കോഡിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ T6 = 4 × I ഇവിടെ ചെയ്തു, X = A of T6 ചെയ്തു. ഇനി T7 = 4 × I ആണ്, പിന്നെ T8 = 4 × J ആണ്. അപ്പം T7 കാൽക്കുലേറ്റ് ചെയ്തില്ല, T7നെ എലിമിനേറ്റ് ചെയ്തു. അല്ലാണ്ട് T8 = 4 × J ചെയ്തു. ഇനി T9 = A of T8 ചെയ്തിരിക്കുന്നു. അതിനുശേഷം T7ൻ്റെ അകത്ത് 4 × I ആയിരുന്നു ഇവാലുവേറ്റ് ചെയ്ത്, അതിന് പകരം A of T7 പകരം A of T6 യൂസ് ചെയ്തു. ഓൾസോ A of T6 = T9 എന്നാക്കി. പിന്നെ ഉള്ളത് A of T8 = T10 ആണ്. പക്ഷേ T10 നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, പകരം A of T8 = X എന്നുള്ളതും കൂടി
ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ തരത്തിൽ കോമൺ ആയിട്ടുള്ള സബ് എക്സ്പ്രഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കോഡ് ഇംപ്രൂവ്മെന്റ് നടത്താം. അത് ഒരു മെത്തേഡാണ്. അടുത്തത് കോപ്പി പ്രൊപ്പഗേഷൻ ആണ്. കോപ്പി പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ റീപ്ലേസസ് എ വേരിയബിൾ റെഫറൻസ് വിത്ത് ഇറ്റ്സ് അസൈൻഡ് വാല്യൂ. അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അസൈൻഡ് വാല്യൂ നമുക്ക് അത് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ടാസ്ക് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ഒരു സീക്വൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എ ഈക്വൽ ടു ഡി പ്ലസ് സി, ബി ഈക്വൽ ടു ഡി പ്ലസ് സി, സി ഈക്വൽ ടു ഡി പ്ലസ് സി. നമ്മൾ ഇതിനു മുമ്പ് ഒരു കോഡ് ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു ഡി പ്ലസ് സി ചെയ്യുന്നു. അപ്പോൾ ടി ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇത് രണ്ടും രണ്ട് കൺട്രോൾ ഫ്ലോ ആണ്. അപ്പം എയിലേക്ക് ടിയുടെ വാല്യൂ അസൈൻ ചെയ്തു. ദെൻ ടി ഈക്വൽ ടു ഡി പ്ലസ് സി അഗെയിൻ ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്തു. കാരണം ഇത് രണ്ടും രണ്ട് കൺട്രോൾ ഫ്ലോ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. സോ ബി ഈക്വൽ ടു ടി ചെയ്തു. അതിനുശേഷം അഗെയിൻ സി ഈക്വൽ ടു ഡി പ്ലസ് സി ചെയ്യുന്നതിന് പകരം ടി എന്താണ്, നമുക്ക് രണ്ട് വഴിക്കുന്ന ടിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, ആ ടീനെ അവിടെ അസൈൻ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ കോപ്പി പ്രൊപ്പഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റെഡ്യൂസസ് മെമ്മറി ആക്സസ് ആൻഡ് എലിമിനേറ്റ്സ് അൺനെസസറി കോപ്പീസ് ആണ്. നമ്മൾ അൺനെസസറി ആയിട്ടുള്ള കോപ്പീസിനെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ മെമ്മറി ആക്സസ് എന്ന് പറഞ്ഞാൽ ഡിയും ഇയും നമ്മൾ ആക്സസ് ചെയ്തിട്ട് മാത്രമേ ആ അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള ഒരു മെമ്മറി ആക്സസ് നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഇതിനെയാണ് കോപ്പി പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെഡ് കോഡ് എലിമിനേഷൻ. ഡെഡ് കോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ കോഡ് നമ്മൾ നമ്മുടെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനെയാണ് ഡെഡ് കോഡ് എന്ന് പറയുക. സോ ഇറ്റ് റിമൂവ്സ് അൺറീച്ചബിൾ ഓർ റിഡൻഡൻറ്റ് കോഡാണ്. അതായത് അൺറീച്ചബിളോ അല്ലെങ്കിൽ റിഡൻഡൻറ്റോ ആയിട്ടുള്ള കോഡിനെ എലിമിനേറ്റ് ചെയ്യുന്നതിനെയാണ് ഡെഡ് കോഡ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എലിമിനേറ്റ്സ് അൺറെഫറൻസ്ഡ് വേരിയബിൾസ് ആൻഡ് അൺനെസസറി സ്റ്റേറ്റ്മെൻറ്റ്സ്. അൺനെസസറി ആയിട്ടുള്ളതും അൺറെഫറൻസ്ഡ് ആയിട്ടുള്ള വേരിയബിൾസിനെയാണ് നമുക്ക് അവിടുന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. ഹിയർ യു ക്യാൻ സീ ദറ്റ് എക്സ് ഈക്വൽ ടു 1, y ഈക്വൽ ടു y പ്ലസ് 1, എക്സ് ഈക്വൽ ടു y പ്ലസ് 1, പ്രിന്റ് എക്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ എക്സ് ഈക്വൽ ടു 1 എന്ന വാല്യൂ എവിടെയും യൂസ് ചെയ്തിട്ടില്ല. കാരണം അടുത്ത് ചെയ്തിരിക്കുന്നത് y ഈക്വൽ ടു y പ്ലസ് 1 ആണ്. ഇനി എക്സിലേക്ക് y പ്ലസ് 1 ചെയ്തിട്ട് ഉള്ള വാല്യൂ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം എക്സിലേക്ക് ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് എവിടെയും നമ്മൾ പ്രിന്റ് ചെയ്യുകയോ യൂസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എക്സിനെ ഡെഡ് കോഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതൊരു അൺറീച്ചബിൾ കോഡുമാണ്. അപ്പോൾ ആ ഡെഡ് കോഡിനെ വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോഡ് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. ഇതിനെയാണ് ഡെഡ് കോഡ് എലിമിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കോൺസ്റ്റന്റ് ഫോൾഡിംഗ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ്. ഇറ്റ് ഇവാലുവേറ്റ്സ് കോൺസ്റ്റന്റ് എക്സ്പ്രഷൻസ് അറ്റ് കമ്പൈൽ ടൈം. അതായത് റൺ ടൈമിൽ ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം കമ്പൈൽ ടൈമിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്താൽ കുറച്ചും കൂടെ എക്സിക്യൂഷൻ സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇറ്റ് ഇവാലുവേറ്റ്സ് കോൺസ്റ്റന്റ് എക്സ്പ്രഷൻസ് അറ്റ് കമ്പൈൽ ടൈം ആണ്. കോൺസ്റ്റന്റ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കമ്പൈൽ ടൈമിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. സോ എക്സാമ്പിൾ ഇൻറ്റ് എഫ് ഓഫ് വോയിഡ്, അതൊരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത ഇൻറ്റീജർ വാല്യൂ ആണ്. അതിൻ്റെ പാരാമീറ്റർ ആയിട്ട് വോയിഡ് ആണെന്ന് വിചാരിക്കുക. സോ ആ ഫംഗ്ഷനുള്ളിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, റിട്ടേൺ 3 + 5. അപ്പം ആക്ച്വലി നിങ്ങൾക്കറിയാം 3ഉം 5 എന്നുള്ള രണ്ട് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. നമ്മൾ ഈ ഫംഗ്ഷനെ മെയിൻ ഫംഗ്ഷനുള്ളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് കോൾ ചെയ്യാം. ഈ ഓരോ പ്രാവശ്യം കോൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു വാല്യൂ അവിടുന്ന് റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ, ആ കോൺസ്റ്റൻസിനെ ഒന്ന് കമ്പയർ ടൈമിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ആ ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ അവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇൻറ്റ് എഫ് ഓഫ് വോയിഡ് റിട്ടേൺ 8, അതായത് 3 + 5ന് പകരം റിട്ടേൺ 8 എന്ന് പറഞ്ഞു കൊടുത്താൽ ആ കോൺസ്റ്റന്റ് അവിടെ ഫോൾഡായി. ഇതിനെയാണ് കോൺസ്റ്റന്റ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഓൾറെഡി കമ്പൈൽ ടൈമിൽ അറിയാം, അതിന് പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അത് കോൺസ്റ്റന്റ് ആണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതിനാണ് കോൺസ്റ്റന്റ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് ഫോൾഡിംഗ് ഈസ് എ റിലേറ്റീവ്ലി ആൻഡ് ഈസി ഒപ്റ്റിമൈസേഷൻ ടാസ്ക് ആണ്. നെക്സ്റ്റ് വൺ കോഡ് മോഷൻ ആണ്. അതും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വൈൽ i <= ലിമിറ്റ് -2. അപ്പം ശരിക്കും പറഞ്ഞാൽ ലിമിറ്റിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ ചേഞ്ച് ആകുന്നില്ല. ഇതിന് മുൻപോ അല്ലെങ്കിൽ ഇതിൽ കഴിഞ്ഞിട്ടോ ഒന്നും വാല്യൂ ചേഞ്ച് ആകുന്നില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊരു വൈൽ ലൂപ്പാണ്. ആ വൈൽ ലൂപ്പ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു അത്രയും പ്രാവശ്യം ഈ ലിമിറ്റ് -2, അതായത് ലിമിറ്റ് എന്ന മെമ്മറി ലൊക്കേഷനെ ആക്സസ് ചെയ്ത് അതിൽ നിന്ന് 2 കുറച്ചിട്ട് വേണം ആ വൈൽ ലൂപ്പ് കണ്ടീഷൻ ചെക്കിങ് നടത്താൻ വേണ്ടി. അപ്പം അതിന് പകരം ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, കോഡിനെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുന്നു. അതായത് കോഡ് മോഷൻ എന്നുള്ളൊരു ടാസ്ക് പെർഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് എക്വിവലൻ്റ് ആയിട്ടുള്ള റിസൾട്ട് മസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് കിട്ടണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു വേരിയബിളിലേക്ക് ലിമിറ്റ് -2 എന്ന ഇവാലുവേഷൻ നടത്തുന്നു.
അതിനുശേഷം ആ വൈൽ ലൂപ്പിനുള്ളിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് -2 എന്നുള്ളതിന് പകരം ടി എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ടീനെ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇവാലുവേറ്റ് ചെയ്താൽ മതി, കാരണം ആ ലിമിറ്റ് -2 ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല, ഇൻവേരിയൻ്റ് ആയിട്ടുള്ള കോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടി എന്നുള്ളതിൻ്റെ അകത്തെ വാല്യൂ എന്താണെന്നുള്ളത് ഐയുമായിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പം അങ്ങനെ ഈ രീതിയിൽ കമ്പൈലർ കോഡ് മോഷൻ ടാസ്ക് ചെയ്യുന്നു. അതിനെയാണ് അടുത്ത, അതായത് മൂവ്സ് ലൂപ്പ് ഇൻവേരിയൻറ്റ് കമ്പ്യൂട്ടേഷൻസ് ഔട്ട്സൈഡ് ലൂപ്പ് ടു റെഡ്യൂസ് റിഡൻഡൻറ്റ് എക്സിക്യൂഷൻ. ഒരു ലൂപ്പിനുള്ളിൽ നമ്മൾ ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര പ്രാവശ്യം 100 പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഇതേ ഇവാലുവേഷൻ നടത്തേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള ഇവാലുവേഷൻസ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സിക്യൂഷൻ ടൈം ഇൻക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കോഡ് മോഷൻ ടാസ്കും കമ്പൈലർ ചെയ്യുന്നത്. ഇതൊക്കെ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പൈലറിന് ഈ തരത്തിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ദെൻ ഇതുപോലെ തന്നെ ഇത്രയാണ് നമ്മുടെ പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് കോഡ് ഒപ്റ്റിമൈസേഷൻ്റെ അകത്ത് വരുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു കോഡ് ഒപ്റ്റിമൈസേഷൻ 2 ലെവലിലാണ് ചെയ്യുന്നത്, ലോക്കൽ ഒപ്റ്റിമൈസേഷനും ഗ്ലോബൽ ഒപ്റ്റിമൈസേഷനും. ലോക്കൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ബേസിക് ബ്ലോക്കും, ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ അക്രോസ് ദ ബേസിക് ബ്ലോക്സും ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കോൺസെപ്റ്റാണ് ബേസിക് ബ്ലോക്സ്. So a basic blocks means it is a sequence of consecutive statements in a program with the following characteristics ആണ്. അതായത് ബേസിക് ബ്ലോക്ക് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ പ്രോഗ്രാം ആണ്. അപ്പോൾ ആ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ നോക്കേണ്ടത്. ഫസ്റ്റ് വൺ, സിംഗിൾ എൻട്രി. ആ ബ്ലോക്കിലേക്ക് ഒറ്റ എൻട്രിയെ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ എൻട്രി പാടില്ല. അതായത് ബ്രാഞ്ചിങ് ഒന്നും പാടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. So the block has only one entry point. Execution always start from the first statement. അതായത് ആ ബ്ലോക്കിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലായിരിക്കണം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, സിംഗിൾ എക്സിറ്റ്. കൺട്രോൾ ലീവ്സ് ദ ബ്ലോക്ക് ഓൺലി അറ്റ് ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് വിത്തൗട്ട് ജംപ്സ് ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. അതായത് കൺട്രോൾ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ കൂടെ ഔട്ട്സൈഡിലേക്ക് പോകാൻ പാടുള്ളൂ, അത് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ജമ്പിങ് ഒന്നും അവിടെ പാടില്ല. നെക്സ്റ്റ് വൺ, സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ ബേസിക് ബ്ലോക്ക് എക്സിക്യൂട്ട് വിത്തൗട്ട് ബ്രാഞ്ചിങ് എക്സെപ്റ്റ് അറ്റ് ദി എൻഡ്. അതായത് നമുക്ക് അറ്റ് ദി എൻഡിൽ നമുക്ക് വേണമെങ്കിൽ ബ്രാഞ്ചിങ് നടത്താം, അതിന് മുമ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ് ഒന്നും നടത്താൻ പാടില്ല. സീക്വൻഷ്യൽ ആയിട്ടുള്ള എക്സിക്യൂഷൻ ആയിരിക്കണം അവിടെ പെർഫോം ചെയ്യേണ്ടത്. ഇതാണ് ഒരു ബേസിക് ബ്ലോക്കിന്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. സിംഗിൾ എൻട്രി ആയിരിക്കണം, സിംഗിൾ എക്സിറ്റ് ആയിരിക്കണം, സീക്വൻഷ്യൽ എക്സിക്യൂഷനും ആയിരിക്കണം. ഇനി അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് എ ബേസിക് ബ്ലോക്ക് എന്താണെന്ന് കൂടെ മനസ്സിലാക്കാം. എ ബേസിക് ബ്ലോക്ക് കൺസിസ്റ്റ് ഓഫ് എ ലീഡർ. അതായത് ഓരോ ബേസിക് ബ്ലോക്കിനും ഒരു ലീഡർ ഉണ്ടായിരിക്കണം. ലീഡർ വിൽ ബി ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. അതായത് ലീഡർ തന്നെയാണ് നമ്മുടെ എൻട്രി പോയിന്റ് ഓഫ് ദ ബ്ലോക്ക് ആയിട്ടും ആക്ട് ചെയ്യുന്നത്. ദെൻ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതായത് എൻട്രി പോയിന്റിനും എക്സിറ്റ് പോയിന്റിനും ഇടയ്ക്ക് നമ്പർ ഓഫ് ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് സീക്വൻഷ്യലി ആണ്. ദെൻ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇത് എക്സിറ്റ് പോയിന്റ് ആണ്, യൂഷ്വലി എ ബ്രാഞ്ച് ഓർ ജമ്പ്. അത് ലാസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ കൂടെ മാത്രമേ ഔട്ട്സൈഡിലേക്ക് കൺട്രോൾ ഫ്ലോ നടത്താൻ പാടുള്ളൂ. അതിനാണ് നമ്മൾ എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അത് ഒരു ബ്രാഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ജമ്പ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ഹൗ വി ക്യാൻ ഐഡന്റിഫൈങ് ദ ബേസിക് ബ്ലോക്സ്. എ ബേസിക് ബ്ലോക്ക് ഈസ് ഡിറ്റർമൈൻഡ് യൂസിങ് ലീഡേഴ്സ് ആണ്. അത് ഏതൊക്കെയാണ് ലീഡേഴ്സ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ ഒരു 100 ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തെ ബേസിക് ബ്ലോക്ക് ഏതൊക്കെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ലീഡേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ബൈ യൂസിങ് ദ ലീഡർ ഇറ്റ് ക്യാൻ ഡിറ്റർമൈൻ ദ വേരിയസ് ബേസിക് ബ്ലോക്സ് ഇൻ എ പ്രോഗ്രാം ആണ്. By the first statement of a program is always a leader. ഇത് എപ്പോഴും ആ പ്രോഗ്രാമിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒരു ലീഡർ ആയിരിക്കും. എനി ടാർഗറ്റ് ഓഫ് എ ജമ്പ് ഓർ ബ്രാഞ്ച് ഈസ് എ ലീഡർ ആയിരിക്കും. അതായത് നമ്മുടെ ഒരു ജമ്പ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ്റെ ടാർഗറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണോ അതും ഒരു ലീഡർ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അടുത്ത, എനി സ്റ്റേറ്റ്മെന്റ് ആഫ്റ്റർ എ ജമ്പ് ഓർ ബ്രാഞ്ച് ഈസ് ഓൾസോ എ ലീഡർ. അതായത് ഒരു ജമ്പിങ് അല്ലെങ്കിൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് തൊട്ട് താഴെ വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും, ലീഡർ ആയിരിക്കും. അപ്പം 3 തരത്തിലുള്ള ലീഡേഴ്സ് ആണ്. ഒന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, 2 ടാർഗറ്റ് ഓഫ് എ ജമ്പ് അല്ലെങ്കിൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ, ലാസ്റ്റ് വൺ എനി സ്റ്റേറ്റ്മെന്റ് ആഫ്റ്റർ എ ജമ്പ് ഓർ ബ്രാഞ്ച്. So next one is the various advantages of basic blocks. The first advantage is it simplifies the code optimization. അതായത് കോഡ് ഒപ്റ്റിമൈസേഷൻ ടാസ്കിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ബേസിക് ബ്ലോക്സ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടെക്നിക്സ് ലൈക്ക് എ കോൺസ്റ്റന്റ് ഫോൾഡിങ് അല്ലെങ്കിൽ ഡെഡ് കോഡ് എലിമിനേഷൻ എന്നുള്ള പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് കോഡ് ഒപ്റ്റിമൈസേഷനിലാണ് മെയിനായിട്ട് അത് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് എഫിഷ്യന്റ് കോഡ് ജനറേഷൻ ആണ്. കമ്പൈലേഴ്സ് പ്രോസസ് ബേസിക് ബ്ലോക്സ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് ഓരോ ബേസിക് ബ്ലോക്സിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്
കോഡ് ജനറേഷൻ നടത്താൻ പറ്റും. അപ്പം ഓരോ ബേസിക് ബ്ലോക്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും പ്രോസസ്സ് ചെയ്യുകയും അതിൻ്റെ കോഡ് ജനറേഷൻ ടാസ്ക് കമ്പൈലർ ചെയ്യുകയും ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ ഫ്ലോ അനാലിസിസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് കൺട്രോൾ ഫ്ലോ ഗ്രാഫ്സ്. ഇത് കൺട്രോൾ ഫ്ലോ ഗ്രാഫ്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് ബേസിക് ബ്ലോക്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ബേസിക് ബ്ലോക്സിനെ കുറിച്ചുള്ള ഐഡിയ. അപ്പോൾ ഇത് ബേസിക് ബ്ലോക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് കോഡ് ഒപ്റ്റിമൈസേഷൻ ഫേസിലാണ്. കോഡ് ഒപ്റ്റിമൈസേഷൻ രണ്ട് രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അത് ലോക്കൽ ഒപ്റ്റിമൈസേഷൻ, ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ വിച്ച് ഈസ് റിലേറ്റഡ് ടു ബേസിക് ബ്ലോക്സ് ആണ്. ഇത് വിത്തിൻ ദ ബേസിക് ബ്ലോക്ക് ആണ് കോഡ് ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ ലോക്കൽ ഒപ്റ്റിമൈസേഷനിൽ നിന്നും അതിന് അക്രോസ് ദ ബേസിക് ബ്ലോക്സ് ആണെങ്കിൽ അതിനെ ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ ഈ പറഞ്ഞിരിക്കുന്ന മെഷീൻ ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ മെഷീൻ ഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ലോക്കൽ ഒപ്റ്റിമൈസേഷനും ഗ്ലോബൽ ഒപ്റ്റിമൈസേഷനും പെർഫോം ചെയ്യാൻ പറ്റും. പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ലോക്കൽ ഒപ്റ്റിമൈസേഷൻ ആണ്. അപ്പോൾ അത് ബേസിക് ബ്ലോക്ക് മാത്രമായിട്ട് കൺസിഡർ ചെയ്ത് ചെയ്യുന്ന ഒരു ടാസ്ക്കാണ് പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ. ഇത്രയാണ് കോഡ് ഒപ്റ്റിമൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. സോ താങ്ക് യു ഓൾ.